ഏതൊരു വീടിനെ സംബന്ധിച്ചും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ നടക്കണം എന്നുള്ളത്. മികച്ച ആരോഗ്യവും സമാധാനവും സന്തോഷവും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളും എല്ലാം ഒരു വീട്ടിലേക്ക് വരണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് വാസ്തു നിയമങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്രകാരം നോക്കുമ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് നിങ്ങളുടെ വീടുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ വയ്ക്കുവാൻ പാടില്ലാത്ത 7 വസ്തുക്കളുണ്ട്. ഇവ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നാൽ തന്നെ വീട് മുടിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ വീടുകളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യതടസ്സങ്ങളെല്ലാം മാറി സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ജീവിതവും പ്രദാനം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടില്ലാത്ത 7 വസ്തുക്കളെ പറ്റി വിശദമായി ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വീടുകളിൽ ലക്ഷ്മിയുടെ കടാക്ഷവും ലക്ഷ്മി വാസവുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വീടുകളിലേക്ക് ധനവരവുണ്ടാവുകയും സർവ ഐശ്വര്യങ്ങളും ഉയർച്ചകളും അവിടെ നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ അധ്യായത്തിൽ ഇപ്പോൾ ഞാൻ പറയുവാൻ പോകുന്ന 7 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി ദേവി തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്രകാരം ഒരു കാരണവശാലും നിങ്ങൾ വീടുകളിൽ വയ്ക്കുവാൻ പാടില്ലാത്ത ആദ്യത്തെ വസ്തു കേടുപാടുകൾ വന്ന ഉപകരണങ്ങളാണ്. അതായത് മേശ, കസേര, സോഫ, കട്ടിലുകൾ, അലമാര അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള വസ്തുക്കളാണെങ്കിലും അവയുടെ കയ്യും കാലുമൊക്കെ ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അത് ഭവനത്തിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ നിങ്ങൾ കേടുപാടുകൾ വന്ന ഫർണിച്ചറുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് നെഗറ്റീവ് ഊർജത്തെ വളരെയധികം ആകർഷിക്കുകയും വീട്ടിൽ അശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച കാണുവാൻ ആ വീട്ടിൽ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള വസ്തുക്കൾ നിങ്ങളുടെ വീടിനുള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ അധ്യായം കാണുമ്പോൾ തന്നെ നിങ്ങൾ അത് വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക. അതിനുശേഷം അതിൻ്റേതായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയും. അടുത്തതായിട്ട് നിങ്ങൾ വീടുകളിൽ ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒടിഞ്ഞതും പൊട്ടിയതുമായ വിഗ്രഹങ്ങൾ. അതായത് വീട്ടിൽ ഏതെങ്കിലും ദൈവങ്ങളുടെ രൂപങ്ങളോ ഫോട്ടോയോ ഒക്കെ പൊട്ടിയ നിലയിൽ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സാമ്പത്തികമായ നഷ്ടങ്ങളിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഒക്കെ തള്ളിവിടുന്ന ഒരു കാര്യമാണ് അത്. ഈ വിഗ്രഹങ്ങൾ മാത്രമല്ല, വീട്ടിൽ ഉടഞ്ഞ തരത്തിലുള്ള കണ്ണാടികൾ, ചില്ലുപാത്രങ്ങൾ എന്നിവ ഒന്നും നിങ്ങൾ വച്ചുകൊണ്ടിരിക്കുവാൻ പാടുള്ളതല്ല. ഇതെല്ലാം വാസ്തുപരമായി നോക്കുമ്പോൾ വളരെയധികം നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നവയായി കണക്കാക്കപ്പെടുന്നു. ഇപ്രകാരം നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ വീട്ടിൽ മനസമാധാനക്കേടും ദാരിദ്ര്യവും കഷ്ടതകളുമൊന്നും വിട്ടുമാറാത്ത അവസ്ഥയായിരിക്കും. ഇനി മൂന്നാമതായി പല വീടുകളിലും ചെയ്തു കാണുന്ന ഒരു തെറ്റാണ് ഒരാവശ്യവും ഇല്ലാത്ത കുറേ തുണികൾ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കും. ചിലപ്പോൾ ഒരു കസേരയിലായിരിക്കും ഈ ഉപയോഗിക്കാത്ത തുണികൾ എല്ലാം കൂടി കൊണ്ടുവന്ന് കൂട്ടിയിടുന്നത്.
എന്നാൽ ഇപ്രകാരം ചെയ്യുന്ന ഒരു വീട്ടിൽ ധനവരവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാവുകയില്ല. എപ്പോഴും രോഗദുരിതങ്ങളും ദുർച്ചിലവുകളും ആ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്രകാരം ആവശ്യമില്ലാത്ത തുണികളൊക്കെ നിങ്ങളുടെ വീടുകളിൽ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റി വീട് വൃത്തിയാക്കുവാൻ നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നെഗറ്റീവ് ഊർജത്തെ വളരെയധികം ആകർഷിക്കുന്ന ഒരു കാര്യമാണ് വിളക്കുകൾ കത്തിച്ചതിന് ശേഷം കരിന്തിരിയോടുകൂടി അവ വീടുകളിൽ വയ്ക്കുന്നത്. ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ലക്ഷ്മി ദേവി വസിക്കുകയില്ല. അത് വിളക്കുകളായാലും മെഴുകുതിരി ആയാലും നിങ്ങൾ ഒരു കാരണവശാലും കത്തിച്ചതിന് ശേഷം കരിന്തിരിയോടുകൂടി ഇവ വച്ചിരിക്കുവാൻ പാടില്ല. വാസ്തുശാസ്ത്രമനുസരിച്ച് വീടിനുള്ളിൽ നാം കൊണ്ടുവന്ന് വയ്ക്കുന്ന ഓരോ ചെറിയ വസ്തുക്കൾ പോലും ആ വീടിൻ്റെ ഊർജ്ജനിലയെ ബാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ അഞ്ചാമതായി ഒരു കാരണവശാലും നിങ്ങളുടെ വീടിനുള്ളിൽ വയ്ക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഉണങ്ങിയതും കരിഞ്ഞതുമായ പൂക്കളും ചെടികളുമൊക്കെ. അതായത് ചില വീടുകളിൽ വീടിനുള്ളിൽ വയ്ക്കാവുന്ന തരത്തിലുള്ള ചെടികൾ നട്ടുവെക്കുവാറുണ്ട്. എന്നാൽ അതിനുശേഷം പരിചരണക്കുറവ് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഈ ചെടികൾ വാടി നിൽക്കുകയോ കരിഞ്ഞു നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ദോഷകരമായ ഒരു കാര്യമാണ്. ചെടികൾ മാത്രമല്ല, വീടിനുള്ളിൽ അലങ്കരിക്കുവാനായി വളരെ ഫ്രഷായിട്ടുള്ള പുഷ്പങ്ങൾ പറിച്ചുകൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അവ വാടിക്കഴിഞ്ഞാലും വീടിനുള്ളിൽ നിന്ന് മാറ്റാതിരിക്കുകയും അതുപോലെ തന്നെ പൂജാമുറികളിൽ പൂജയ്ക്ക് ശേഷം ഇലകളും പൂക്കളുമൊക്കെ കരിഞ്ഞ രീതിയിൽ പൂജാമുറിയിൽ കിടക്കുന്നതുമൊക്കെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് പ്രത്യേകം നീക്കം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആറാമതായിട്ട്, പല വീടുകളിലും കാണാറുള്ള ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണ് വീട്ടിൽ ഒരാവശ്യമില്ലാത്ത പല പഴയ വസ്തുക്കളും വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുന്നുകൂട്ടിയിടുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇത്. ആവശ്യമില്ല എന്ന് തോന്നുന്ന വസ്തുക്കൾ അപ്പോൾ തന്നെ വീടുകളിൽ നിന്ന് മാറ്റുവാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വസ്തുക്കൾ ഇപ്രകാരം വീട്ടിൽ കൂട്ടിയിടുന്നത് രാഹുദോഷത്തിനും ശനിദോഷത്തിനും വരെ കാരണമാകുന്ന ഒരു കാര്യമാണ്. അവസാനമായി, ഒരു കാരണവശാലും നിങ്ങളുടെ വീടുകളിൽ വച്ചുകൊണ്ടിരിക്കുവാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് നിന്നുപോയ ഘടികാരം. നിങ്ങളുടെ ഭവനങ്ങളിലെ ഘടികാരങ്ങൾ നിന്നു പോയിട്ടുണ്ടെങ്കിൽ പുതിയതൊന്ന് വാങ്ങുവാൻ പ്രത്യേകമൊന്ന് ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അവ പ്രവർത്തന സജ്ജമാക്കുക. പകരം നിന്നുപോയ ഘടികാരം വീടിനുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാര്യതടസ്സമുണ്ടാകുവാനും ധനനഷ്ടവും ഉണ്ടാകുവാനും കാരണമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ സമ്പത്ത് പടിയിറങ്ങി പോകുവാൻ ഇടയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. അതിനാൽ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 7 വസ്തുക്കൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ വയ്ക്കാതിരിക്കാൻ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങളിലേക്ക് ഗുണകരമായ ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.